പ്രൊഫസർ കുസുമം, ഇതിനകത്ത് ദൃശ്യങ്ങൾ പുറത്തു പോയി എന്ന് വ്യക്തമായി. യഥാർത്ഥത്തിൽ ഈ ദൃശ്യങ്ങൾ പുറത്തു പോയി എന്നുള്ള വെളിപ്പെടുത്തൽ നൽകിയിട്ടുള്ളത് ബാലചന്ദ്രകുമാറാണ്. ആ ദൃശ്യങ്ങൾ ആ, അദ്ദേഹം ഇതിലെ 8-ാം പ്രതി അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്ന് കണ്ടു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ട് ഈ ദൃശ്യങ്ങൾ പുറത്തുപോയി എന്നുള്ളതാണ്. അത് ആ കേസുമായി ബന്ധപ്പെടുന്ന വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അക്കാര്യത്തിലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയുടെ അന്വേഷണം CRPC പ്രകാരമുള്ള നടപടി അനിവാര്യമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു വല്ലാത്ത നിശബ്ദത, നമ്മൾ ഡെഫനിങ് സൈലൻസ് എന്നൊക്കെ പറയില്ലേ, അതെന്തുകൊണ്ടാണ് സമൂഹത്തിൽ നിന്ന് അങ്ങനെ ഒരു ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ചെകിടടപ്പിക്കുന്ന നിശബ്ദത? പൊതുവെ കോടതിയെ ആളുകൾക്ക് ഭയമാണ്. കോടതി അലക്ഷ്യം വന്നാൽ എന്തോ സംഭവിച്ചു പോകും എന്നുള്ള, കോടതി ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത ഒരു സംവിധാനമാണ് എന്നുള്ള ഒരു തോന്നൽ ആളുകൾക്കുണ്ട്. ഇതിലിടപെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് എന്ത് പ്രശ്നമാവാനാണ്, ഇനി അങ്ങനെ ആയാൽ എന്താണ്, അത് നേരിടാനുള്ള ധൈര്യം ഞങ്ങൾ കുറേ പേര് ആർജിച്ചു കഴിഞ്ഞു. നമ്മൾ പറയുന്നത് ഇത് കൃത്യമായും കോടതികളിൽ നിന്നാണ് ഇത് പോയിരിക്കുന്നത്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ശ്രീ ബാലചന്ദ്രകുമാർ നേരത്തെ അത് പറഞ്ഞത്. ഈ പ്രതിയുടെ വീട്ടിലിരുന്ന് പ്രതിയും സുഹൃത്തുക്കളും കൂടി അത് കണ്ടതായും പിന്നീട് അതിൻ്റെ ഓരോന്ന് കണ്ട് അത് എഴുതി തയ്യാറാക്കി എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു ഭയങ്കരമാണത്. എന്നിട്ടും ഈ റിപ്പോർട്ടിൻ്റെ അവസാനത്തിൽ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ വിചാരണ കോടതി ജഡ്ജി എഴുതി വെച്ചിരിക്കുന്നത് ഈ കേസിൻ്റെ വിധിയൊക്കെ കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് സമാധാനം പോലെ ഈ വിഷയം അന്വേഷിച്ചാൽ മതി എന്നാണ്. പക്ഷേ ഇത് അന്വേഷിക്കാൻ ഉത്തരവിട്ട ജഡ്ജി എഴുതിയിരിക്കുന്നത് ഇത് അന്വേഷിക്കുമ്പോൾ ഏതെങ്കിലും ഏത് ഏജൻസിയുടെ, പോലീസ് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഏജൻസികളുടെ ആവശ്യം വന്നാൽ അത്തരം ഏജൻസികളുടെ സഹായം സ്വീകരിക്കണം. അടുത്തത്, ഇതിനകത്ത് ഒരു ക്രിമിനൽ ഒഫൻസ് ഉണ്ടെങ്കിൽ അതിന് ക്രിമിനൽ പ്രൊസീജിയർ ആരംഭിക്കണം എന്നും ആ കോടതി ഉത്തരവിലുണ്ട്. ആ ഉത്തരവിനെ മറികടന്നുകൊണ്ടാണ് ഈ വിചാരണ കോടതി ജഡ്ജി, അതായത് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ വ്യക്തി പറയുന്നത്, റിപ്പോർട്ട് ഇങ്ങനെ ഒരു സാധനം വെക്കുന്നു, അതിൻ്റെ നടപടികളെ പറ്റി പറയുന്നില്ല. എന്തിനാണ് ഈ റിപ്പോർട്ട്? ഒരു റിപ്പോർട്ട് വരുന്നത് ആ റിപ്പോർട്ടിനകത്ത് എന്താണുള്ളത് അതിൻ്റെ നടപടികൾക്കാണ്. അല്ലാതെ റിപ്പോർട്ടിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ കൂടെ എഴുതി ചേർക്കുന്നതിൻ്റെ കാര്യം എന്താണ്? എല്ലാ വിധികളും ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം സൗകര്യം പോലെ ഇത് ആലോചിക്കാം, അന്വേഷിക്കാം എന്നാണോ? ഇത് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ വെച്ച് തന്നെ ഇത് ആ മജിസ്ട്രേറ്റാണ് ആദ്യം ഈ ക്രിമിനൽ ഒഫൻസ് തുടങ്ങുന്നത്. അവർ രാത്രിയിൽ അവരുടെ വീട്ടിലിരുന്ന് കണ്ടു എന്നാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു തൊണ്ടി മുതൽ. അത് കേരളത്തിൽ ഇത്ര വിവാദമായ വലിയ കോളിളക്കമുണ്ടാക്കിയ ആളുകളുടെ മനസ്സിനെ ഞെട്ടിച്ച് കളഞ്ഞ ഒരു കൊട്ടേഷൻ റേപ്പ് കേസാണ്. ആ കേസിലെ തൊണ്ടി മുതൽ ഇങ്ങനെ നിരുത്തരവാദപരമായി കൈകാര്യം ചെയ്ത ഒരു മജിസ്ട്രേറ്റ് ഇപ്പോഴും മജിസ്ട്രേറ്റിൻ്റെ പണി തന്നെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ വല്ലാത്ത എന്താണ് ആ വികാരത്തിന് പറയേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് കോടതിയെ ചോദ്യം ചെയ്യാനുള്ള, അല്ലെങ്കിൽ കോടതിക്കെതിരെ കോടതി തെറ്റെങ്കിൽ തെറ്റ് എന്ന് പറയാനുള്ള ഭയം ആളുകളുടെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്തരത്തിൽ ഇത്ര ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. നോക്കൂ, ചില കാര്യങ്ങളിൽ കോടതി എന്ന് പറയുന്നത് ഒരുപക്ഷെ 100% പൂർണ്ണമായും ശരിയായ വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കണമെന്നില്ല. അങ്ങനെ നമുക്ക് ആ വിധിന്യായം തെറ്റാണ് എന്ന് തോന്നുകയാണ് എങ്കിൽ നമുക്ക് ആ വിധിന്യായം തെറ്റാണ് എന്ന് പറയാം. പക്ഷെ ഇവിടെ നോക്കൂ, ഇതിനകത്ത് നേരത്തെ പ്രൊഫസർ കുസുമൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വിധിന്യായം പോലെ ലളിതമായ ഒരു കാര്യമല്ല. അവിടെയാണ് ഞാൻ വരുന്നത്. അതായത് ഇതിനെ വിധിന്യായം പോലെ ലളിതമായി കാണരുത്. ഇത് കോടതി കുറ്റം ചെയ്തിരിക്കുകയാണ്. അതാണ് കോടതി കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ
കോടതിയിലാണ് ഒഫൻസ് നടന്നിരിക്കുന്നത്. അല്ലാതെ ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു വിഷയത്തിൽ നമ്മൾ കോടതിയിൽ പോകുന്നു, എനിക്കോ നിങ്ങൾക്കോ അനുകൂലമായ ഒരു കോടതി ഉത്തരവ് ഉണ്ടാകുന്നു. ആ ഉത്തരവ് തെറ്റാണെങ്കിൽ നമുക്ക് അതിൻ്റെ മേലെ കോടതികളിലേക്ക് പോയി സുപ്രീം കോടതി വരെ എത്താം. പക്ഷേ അതല്ല സംഭവിച്ചിരിക്കുന്നത്. എവിടെയാണോ നമ്മൾ നീതിക്ക് വേണ്ടി പോയത് ആ ഇടത്തിൽ തന്നെ ഒഫൻസ് സംഭവിച്ചിരിക്കുകയാണ്. ആ ഇടത്തിൽ ക്രൈം നടന്നിരിക്കുകയാണ്. ആ ഇടത്തിനെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതാണ് ഞാൻ പ്രൊഫസർ കുസുമ നേരത്തെ ചോദിച്ചത്. നോക്കൂ, ഇതിനകത്ത് ആരൊക്കെയാണ് തെറ്റ് ചെയ്തിരിക്കുന്നത് എന്നത് ഒരു ജുഡീഷ്യൽ ഓഫീസറുടെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണത്തിൽ കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. റിപ്പോർട്ട് ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട്. ആ ഹൈക്കോടതിയാണ് ഇപ്പോൾ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. എൻ്റെ ചോദ്യം അവിടെയാണ്. എന്നിട്ട് പോലും ഹൈക്കോടതി അംഗീകരിച്ച ഒരു റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭരണഘടനാപരമായി ലോ ഓഫ് ദ ലാൻഡാണ്. എന്നിട്ട് പോലും തെറ്റ് ചെയ്തവർ ഇപ്പോൾ നേരത്തെ പ്രൊഫസർ കുസുമൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അതേ പദവിയിൽ തുടരുന്നു. തെറ്റ് ചെയ്ത ആൾ സബ് ജഡ്ജിയായി ഇപ്പോഴും കേസുകൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഞാൻ ഒരു പൊതുസമൂഹത്തിൻ്റെ റോളിനെ കുറിച്ച് ചോദിച്ചത്, എന്തുകൊണ്ടാണ് ഈ പറയുന്ന ചെകിടടപ്പിക്കുന്ന നിശബ്ദത? ഇത്രയധികം തെറ്റുകൾ ചെയ്തുവെന്ന് ജുഡീഷ്യറി അംഗീകരിച്ചിട്ടും, അവിടെ നമ്മൾ ജുഡീഷ്യറിയെ പിന്നെ വിമർശിക്കുന്നില്ല, ജുഡീഷ്യറി അംഗീകരിച്ചിട്ടും പിന്നെ അവർക്കെതിരെ നടപടി എടുക്കാത്തത് എന്തേ എന്ന് ചോദ്യം ഉയരാത്തതെന്ത്? നമ്മൾ ആ ചോദ്യമാണ് ചോദിക്കുന്നത്. നമ്മൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അതിജീവിതമാർക്കൊപ്പം ഗ്രൂപ്പ് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഇവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്ന് തന്നെയാണ്. ഞങ്ങൾ അതാണ് ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതാണ്. ഈ 3 കോടതികളിൽ സംഭവിച്ച ഏറ്റവും വലിയ ഒഫൻസ്, ഭീകരമായ ഈ ഒഫൻസ്, ഈ ക്രൈമിനെതിരെ നടപടിയെടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഡിമാൻഡ്. ഇതാരൊക്കെയാണ് ചെയ്തത്? ആ വ്യക്തികൾ അതാരായാലും, എത്ര ഉന്നതരായാലും, അവർ ഈ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ എത്രമാത്രം പ്രധാനപ്പെട്ട ആളുകളായാലും അവരുടെ തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് ശിക്ഷിക്കപ്പെടണം. അതൊരു മാതൃകയാവേണ്ടതുണ്ട്. അല്ലാതെ നാളെ ഇനിയും ഇത്തരത്തിൽ ആർക്കും എന്തും കൈകാര്യം ചെയ്യാം എന്ന് കരുതുന്നത് ഭയം.